ഇപ്പോൾ സസ്പെൻഷൻ വന്നു, ഒരു വിശദീകരണം കൊടുത്തുകൂടായിരുന്നോ? ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗത്തേക്ക് പൊക്കൂടായിരുന്നോ? ഇങ്ങനെ കാര്യം പരിഹരിക്കുന്നതിന് പകരം വഷളാക്കുകയല്ലേ ശ്രീ എൻ പ്രശാന്ത് IAS ചെയ്തത്? അത് ശരിയായോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. ഇതിനകത്ത് വ്യക്തികളൊന്നുമില്ല. ഇപ്പം ചീഫ് സെക്രട്ടറി മാഡമായിട്ട് എനിക്ക് വളരെ നല്ല വ്യക്തിബന്ധമാണ്, എനിക്ക് വളരെ റെസ്പെക്റ്റുമാണ്, നല്ല സ്നേഹമാണ്. മാഡത്തിനും എൻ്റെ അടുത്ത് വളരെ സ്നേഹമൊക്കെയാണ്. അത് എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഇത് ടോട്ടലി ഡിറ്റാച്ച് ഫ്രം ഇൻ്റർപേഴ്സണൽ എന്നാണ്. നമ്മൾ ഫയലിൽ ചെയ്യുന്ന ഗവൺമെൻറ് വർക്കല്ലേ. ഇതിനകത്ത് ഒരു 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 മറുത്തൊന്നും പറയാൻ പാടില്ല എന്നോ ചോദിക്കാൻ പാടില്ല എന്നോ അല്ല. അങ്ങനെയാണ് സിസ്റ്റം. നമുക്കതിനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അങ്ങനെയാണല്ലോ റൂൾസ് എഴുതി വെച്ചിരിക്കുന്നത്. ആരും ചോദിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് ചോദിക്കാൻ പാടില്ല എന്ന് പറയരുത്. രാജഭരണമൊന്നും അല്ല ഇത്. തിരുവായിക്കെതിരുവായില്ല അല്ലേ? അത് രാജഭരണത്തിൻ്റെ സിസ്റ്റമാണ്. ഇത് ഒരു റിപ്പബ്ലിക്കാണ്, ജനാധിപത്യമാണ്. ഇവിടെ റൂൾസാണ് തീരുമാനിക്കുന്നത്, റൂൾ ഓഫ് ലോ ആണ്. അപ്പോൾ റൂൾ അനുസരിച്ച് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. റൂളുകളുടെ പ്രത്യേകത പലർക്കും മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഓൾ ഇന്ത്യ സർവീസ് കോണ്ടക്ട് റൂൾ, ഡിസിപ്ലിനറി അപ്പീൽ റൂൾ, ഇങ്ങനെ പറഞ്ഞ കുറേ റൂൾസ് ഉണ്ട്. ഓൾ ഇന്ത്യ സർവീസ് ആക്ടിൻ്റെ കീഴിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ റൂൾസ് ആർക്കാണ് ബാധകം എന്നാണ് പൊതുജനം ധരിച്ചു വെച്ചിരിക്കുന്ന. ഈ റൂൾ മുഴുവനും IASകാർക്ക് ബാധകമാണ്. IASകാർക്ക് ബാധകം എന്നല്ല, ഗവൺമെൻറ്റിനും ബാധകമാണ്. അതായത് ഗവൺമെൻറ്റും IASകാരും ഈ സർവീസിലുള്ളവരും തമ്മിലുള്ള ബന്ധത്തെ നിയന്ത്രിക്കുന്നത് ഈ റൂളുകളാണ്. അപ്പോൾ ഈ റൂൾ അനുസരിച്ച് മാത്രമേ IASകാരെ നിയന്ത്രിക്കാനും സാധിക്കുള്ളൂ. സ്റ്റേറ്റിന് കിട്ടുന്ന അധികാരങ്ങളും ഈ റൂളുകൾ വഴിയാണ്. അപ്പോൾ രണ്ടുപേരെയും ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വശത്ത് മാത്രം അത് എൻഫോഴ്സ് ചെയ്താൽ പറ്റില്ല. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പറയാം, അതെ ഈ റൂളിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, സർക്കാർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ചൂണ്ടിക്കാണിക്കണം. കാരണം റൂൾ